മുന്നിൽ ഭീഷണികളൊന്നും ഏശിയില്ല. പ്രണയിനിയെ സ്വന്തമാക്കാൻ മുസ്ലിം യുവാവ് ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 10 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ ശിവക്ഷേത്രത്തിൽ വെച്ച് യുവതിയെ താലി ചാർത്തി സ്വന്തമാക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ ബസന്തി ജില്ലയിലെ താമസക്കാരനായ സദ്ദാമാണ് കാമുകി അനുവിനെ വിവാഹം കഴിക്കാൻ ഹിന്ദുമതം സ്വീകരിച്ചത്. സദ്ദാമും അനുവും 10 വർഷമായി പ്രണയത്തിലായിരുന്നു. പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചെങ്കിലും സദ്ദാമിന്റെ വീട്ടുകാരും സമുദായ അംഗങ്ങളും ഒക്കെ തന്നെ ഭീഷണി ഉയർത്തി രംഗത്തെത്തുകയായിരുന്നു. വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് സദ്ദാം ആദ്യം അനുവിനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചിരുന്നു. 3 ദിവസം മുൻപ് അനു SP-ക്ക് പരാതി നൽകുകയും തുടർന്ന് സദ്ദാം ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ഉണ്ടായത്. ഇതിനു പിന്നാലെ സദ്ദാമിനെ വീട്ടുകാർ പുറത്താക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ബസന്തലിലെ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് സദ്ദാമും അനുവും വിവാഹിതരായതും. മതം മാറിയ സദ്ദാം ശിവശങ്കർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇസ്ലാമുകളുടെ ക്രൂരതയിൽ മനംതൊന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു യുവാവ് രംഗത്ത് വന്നു. ഒരു മുസ്ലിം യുവാവ് ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നതും. ഫക്രുദ്ദീൻ എന്ന യുവാവാണ് ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതയിൽ മനംതൊന്ന് സ്വന്തം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഭത്തെ ബഹദൂർ സിംഗ് എന്നാക്കി മാറ്റുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ അടിച്ചമർത്തുന്നതിലും അവർക്കെതിരായി വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മതം മാറ്റമുണ്ടായത്. ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസികൾക്കെതിരായ അക്രമങ്ങളും പീഡനങ്ങളും കണ്ട ഫക്രുദ്ദീൻ തന്റെ വിശ്വാസത്തെ ഏറെ ആലോചിക്കുകയും സനാതനധർമ്മം സ്വീകരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ചെയ്തത്. സനാതനധർമ്മത്തിന്റെ സത്യവും സ്നേഹവുമാണ് എന്നെ ആകർഷിച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും രാഷ്ട്രീയ ഹിന്ദു ഷേർ സേനയുടെ പ്രസിഡന്റ് വികാസ് ഹിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മതം മാറുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ മുൻപ് മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലേക്ക് ചേക്കേറിയ 15,000 ആസാം വനവാസികളാണ് അടുത്തിടെ ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തിയതെന്നും അടുത്തിടെ ഹിന്ദു ധർമ്മ സംസ്കൃതി സുരക്ഷാ സമിതി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 4 പതിറ്റാണ്ട് മുൻപ് പൂർവികർ ചെയ്ത തെറ്റു തിരുത്തിക്കൊണ്ട് 3 കുടുംബങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതന ധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള 3 കുടുംബങ്ങളിലെ 8 അംഗങ്ങളായിരുന്നു മുസ്ലിം വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുമതത്തിലെ കഹാർ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു തങ്ങളെന്ന് ഈ കുടുംബം പറഞ്ഞിരുന്നു. ഇനി ഹിന്ദുമതത്തിൽ എക്കാലവും തുടരുമെന്നും ഇവർ വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ സനാതന ധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ ബാധകമായ ആചാരങ്ങൾ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത്. സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായ എന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു മതത്തിന് ഏകദേശം 6000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നതും. എന്നാൽ BC 3000-നും BC 15,000-നും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവമെന്നും ചില പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അടിസ്ഥാനപരമായി സനാതന ധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം. മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത്. സനാതന ധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ്. ഭൂമിയിലെ ഒരാളുടെ പെരുമാറ്റത്തെ നയിക്കുകയും മതപരമായ കടമകൾ നിർണയിക്കുകയും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.